പച്ചക്കായും ഉണക്കമീനും വെച്ചിട്ട് കറി വെച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചോറിന്റെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പൊ ഞാൻ ഇവിടെ 2 പച്ചക്കായ എടുത്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു കട്ടിയുള്ള ഭാഗമൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതാ 4 ഉണക്കമീൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഉണക്കമീൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ഉപ്പൊക്കെ പാകമായിട്ട് കിട്ടും. പിന്നെ അതിന്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാൻ സുഖമാണ്. പിന്നെ അതാ പച്ചക്കായ വെള്ളത്തേക്ക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്തിക്കണം കേട്ടോ. കറി വെക്കാനാവുമ്പോൾ വലിപ്പം കൂടിയാലും കുഴപ്പമില്ല. അപ്പം ഞാൻ 4 കാന്താരി മുളകും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതേപോലെ 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഇതാ 2 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകിയിട്ട് അതും അതിക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഉണക്കമീൻ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നിങ്ങൾ എടുക്കുന്ന മീൻ ഈ സ്രാവ് മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചക്കായ വേവിച്ചപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ വേവിക്കാൻ വെച്ചാൽ മതി കേട്ടോ. ഇത് പെട്ടെന്ന് വേവണ മീനാണ്. ഇത് മാന്തള മീനാണ് കേട്ടോ. തിളച്ചാ വേവും. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അതിക്കുള്ള ഒരു അരപ്പാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ ചെറുകി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ നല്ലോണം തിളച്ച് വേവാനായി തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കായൊക്കെ ഒരു 1/4 വേവോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വാളംപുളി ചേർക്കുകയാണെങ്കിൽ വാളംപുളി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുടംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 2-3 കുടംപുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്കമീനും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് കറി മതി. അപ്പോൾ ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇത് പച്ചക്കായ ആയതുകൊണ്ടേ കറി കുറുകി വരും. അങ്ങനെ മീനൊക്കെ അതിക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിന്. പിന്നെ അതാ നമ്മൾ അരച്ചു വെച്ച ആ ഒരു തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ അതും അതിക്ക് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. പച്ചക്കായും ബീഫും കറി വെക്കും, അതേപോലെ പച്ചക്കായും ചിക്കനും കറി വെക്കും. അപ്പോൾ പച്ചക്കായും ഉണക്കമീനും കറി വെക്കും. ഉണക്കമീനും പച്ചക്കായും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ചിക്കനും ബീഫൊക്കെ ഇട്ട് വെക്കുമ്പോഴും ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ ഇതൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. ഒരു ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് ഉലുവ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കുറച്ച് ചെറിയ ഉള്ളിയും കൂടിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതാ നമ്മളെ കറിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീനും പച്ചക്കായും വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചോറൊക്കെ വിളമ്പി ചോറുക്ക് കുറച്ച് ഉണക്കമീൻ കറിയും ഉണക്കമീനും പച്ചക്കായും വെച്ചിട്ടുള്ള കറി ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സോയാബീൻ ഫ്രൈ ചെയ്തതുണ്ടായിനും. പിന്നെ ഉണക്കമീൻ തന്നെ ഫ്രൈ ചെയ്തതും ഉണ്ടായിനും. പിന്നെ 1 സ്പൂണ് ചമ്മന്തിപ്പൊടി കേട്ടോ. ഇതാണ് ഇന്നത്തെ ഊണ്. അപ്പോൾ ഒക്കെ കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കാനേ നല്ല ടേസ്റ്റ്.